വന്നിട്ടുള്ളത് സാബുനരി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പീസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 3-4 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് അല്പം വെള്ളവും ചേർക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക. അതിലോട്ട് ഇളനീർ വെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും അതിലോട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച് വരുന്ന ഇളനീർ വെള്ളത്തിലേക്ക് ഈ ചൈന ഗ്രാസ് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു ചെറിയ കൈതച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഈ പൈനാപ്പിളിന് മധുരം വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷുഗർ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിൽ ഒരു 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ സൈസ് സാബുനരി ഒരു 100 ഗ്രാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഡ്രോപ്പ് വനില എസൻസ് കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ സാബുനരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പുഡിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് പുഡിംഗ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇളനീരിൻ്റെ പുഡിംഗ് ഇട്ട് കൊടുക്കുക. ഇനി ഇളനീരിൻ്റെ കാമ്പ് ഉണ്ടായിരുന്നു കുറച്ച്, അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാബുനരിൻ്റെ മിക്സും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുകളിലായിട്ട് പിന്നെയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പൈനാപ്പിളിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ വേവിച്ചത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ സാബുനരീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടി പൈനാപ്പിൾ വേവിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ആപ്പിളും മുന്തിരിയും ചെറുതായി കട്ട് ചെയ്തത് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാബുനരീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി തണുത്തതിന് ശേഷം കഴിക്കുക കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. ഒരു പായസമായിട്ടോ ഡ്രിങ്ക് ആയിട്ടോ പിന്നെ ഒരു ഡെസേർട്ടായിട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്